ഹേ ഗൈസ്, അപ്പോൾ ഇത് ആദ്യത്തെ കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിൽ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പുഴുങ്ങിയതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ ചക്ക അരിഞ്ഞു വെക്കാം. അതിനുശേഷം ചക്കയിലേക്ക് അരയ്ക്കാനായിട്ട് അരപ്പിനാവശ്യമായിട്ടുള്ള ചിരകിയ തേങ്ങ, പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിൽ ചെറിയ തോതിൽ ഒതുക്കിയെടുക്കണം. അപ്പം അതിനാവശ്യമായിട്ട് ഈ ചേരുവകളെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും ഇതുപോലെ തന്നെയായിരിക്കും ചക്ക പുഴുങ്ങിയത് ഉണ്ടാക്കുന്നത്. ഇപ്പം പല സ്ഥലത്തും ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ വേറെയും ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ടാകും. ഇത് നോർമലി നമ്മൾ എങ്ങനെയാണോ ചക്ക പുഴുങ്ങുന്നത് അതിനാവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് പറയണം, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഈ ചക്കയെല്ലാം കൂടെ എടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ചക്ക അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഒതുക്കിയെടുത്ത നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അരച്ച ഒരു മിക്സിയിലെ ആ ഒരു അരപ്പിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ബാക്കി ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വിസിലടിപ്പിച്ച് വെയിറ്റ് ചെയ്യുക. ഞങ്ങളിവിടെ 3 വിസിൽ വരെയാണ് ചെയ്തത്. ഇനി അത് വെന്ത് വന്നതിന് ശേഷം അത് തുറന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ സ്വാദിഷ്ടമായ ചക്ക പുഴുങ്ങിയത് റെഡിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ അടുത്തത് വരുന്നത് വരെ ഗുഡ് ബൈ.